സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിയെ ചോദ്യമുനയിൽ നിർത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. ഇരയാകുന്ന സ്ത്രീകൾക്കൊപ്പമല്ല കുറ്റവാളികൾക്കൊപ്പമാണ് ബി.ജെ.പി. സർക്കാരെന്ന് വിമർശനം. മണിപ്പൂരി സ്ത്രീകളുടെ സാഹചര്യവും ഗുസ്തി താരങ്ങളുടെ പീഡന പരാതിയും പരാമർശിച്ച ഖർഗെ മോദിയുടെ ബേട്ടി ബച്ചാവോ എവിടെയെന്നും ചോദിച്ചു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന കേന്ദ്ര പദ്ധതിയുടെ 10ാം വാർഷികത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെൺമക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് തുടരുമെന്ന് പ്രസംഗിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്ത്രീ സംരക്ഷണത്തിൽ ബി.ജെ.പി. സർക്കാരിനെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കടന്നാക്രമിച്ചത്. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നയമാണ് ഇന്ന് വരെ ബി.ജെ.പി. സ്വീകരിച്ചിട്ടുള്ളത്. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങളെല്ലാം പരാമർശിച്ചായിരുന്നു ഖർഗെയുടെ വിമർശനം. മണിപ്പൂരിലെ സ്ത്രീകൾ മുതൽ ഗുസ്തി താരങ്ങളുടെ പീഡന പരാതിയടക്കം ഖർഗെ ഉന്നയിച്ചു. മോദിയോട് 3 ചോദ്യങ്ങളും ഖർഗെ എക്സിലൂടെ ഉന്നയിച്ചു. പെൺമക്കളെ രക്ഷിക്കുന്നതിനു പകരം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നയം ബി.ജെ.പി. സ്വീകരിക്കുന്നത് എന്തുകൊണ്ട്? മണിപ്പൂരിലെ സ്ത്രീകൾക്കും ഹത്രസിലെ ദലിത് പെൺകുട്ടിക്കും ഉന്നാവോ പെൺകുട്ടിക്കും രാജ്യത്തിന്റെ അഭിമാനമായ ഗുസ്തി താരങ്ങൾക്കും എപ്പോൾ നീതി ലഭിക്കും? ഓരോ മണിക്കൂറിലും രാജ്യത്ത് 43 സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ദുർബലരായ ദളിത് ആദിവാസി വിഭാഗത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ദിനംപ്രതി 22 കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോദിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്കായി 2019 വരെ അനുവദിച്ച തുകയുടെ 80% മാധ്യമ പരസ്യത്തിനായി മാത്രം ചെലവഴിച്ചതിന്റെ കാരണം എന്താണ്? പദ്ധതിയുമായി ബന്ധപ്പെട്ട ഡാറ്റ മറച്ചുവെക്കുന്നത് എന്തിന്? കഴിഞ്ഞ 11 വർഷത്തിനിടെ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് വേണ്ടിയുള്ള ബജറ്റ് വെട്ടിക്കുറച്ചതെന്തിന്? ഇതായിരുന്നു ഖർഗെയുടെ വിമർശനക്കുറിപ്പ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.